കഴിഞ്ഞ ഓണത്തിനാട്ടോ ഞാൻ ആദ്യമായിട്ട് ഒരു സെറ്റ് മുണ്ട് മേടിക്കുന്നത്. അന്ന് വേറൊരു സിൽക്ക് ബ്ലൗസിൻ്റെ കൂടെയാണ് ഞാൻ ഈ മുണ്ട് പെയർ ചെയ്തത്. വിഷു ഒക്കെ വരാമല്ലേ, എന്നാൽ ഈ മുണ്ട് വെച്ച് ഡിഫറെൻ്റ് ആയിട്ടൊരു ലുക്ക് ട്രൈ ചെയ്താലോ എന്ന് ആലോചിച്ചപ്പോഴാണ് ഈ ക്രോപ്പ് ടോപ്പ് കണ്ടത്. ഇട്ട് വന്നപ്പോൾ കൊള്ളാലോ എന്ന് എനിക്കും തോന്നി. ഈ അടുത്ത് ബന്ധൂര അവരുടെ വിഷു കളക്ഷൻസ് എനിക്ക് അയച്ചു തന്നായിരുന്നു. അതൊക്കെ വെച്ച് ഈ ലുക്ക് നമുക്കൊന്ന് സ്റ്റൈൽ ചെയ്താലോ. ഫസ്റ്റത്തെ ഞാൻ ഇട്ടിരിക്കുന്നത് തന്നെയാണ് കേട്ടോ. നോർമലി നമ്മൾ കണ്ടുവരുന്ന കാശുമാലേനേക്കാളൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് കോയിൻസ് ഇതുപോലെ ഇടവിട്ട് അതിൻ്റെ മേളിലായിട്ട് റൂബി സ്റ്റോൺസ് ഒക്കെ വെച്ച് ഹൈലൈറ്റ് ചെയ്തു വരുന്ന ഒരു ഡിസൈനാണ് കേട്ടോ. സിമ്പിളാണ്, ബട്ട് വളരെ യുണീക്കായി തോന്നിയ ഒരു ഡിസൈൻ. അടുത്തത് ഒരു പെൻഡൻറ്റ് സ്റ്റൈലിൽ വരുന്ന സിമ്പിളായൊരു കാശുമാലയാണ് കേട്ടോ. സാരിയുടെ കൂടെയും ധാവണിയുടെ കൂടെയും അല്ലെങ്കിൽ പട്ടുപാവാടയുടെ ഒക്കെ കൂടെ അടിപൊളിയായിരിക്കും. കുഞ്ഞു പിള്ളേർക്ക് വരെ ഇടാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടൊരു കോയിൻ മാല. കസവ് മാലയാണ് കേട്ടോ നെക്സ്റ്റ് വൺ. ഇങ്ങനത്തെ പേരിലൊരു മാല ഉണ്ടെന്ന് വരെ എനിക്കറിയില്ലായിരുന്നു. പക്ഷേ അത് വെറും എൻ്റെ അറിവില്ലായ്മ മാത്രമാണ്. ഓണം, വിഷു പോലത്തെ വിശിഷ്ട അവസരങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു ട്രഡീഷണൽ കേരള ഡിസൈൻ ആണെന്ന് ഗൂഗിൾ എനിക്ക് പറഞ്ഞു തരേണ്ടി വന്നു. ചോക്കറായിട്ടും അല്ലാണ്ട് നമുക്കിത് വെയർ ചെയ്യാൻ പറ്റും. കളേർഡ് ബോർഡറുള്ള ഏത് സെറ്റ് സാരിയുടെയും മുണ്ടിൻ്റെയും കൂടെ ഇതൊരു പെർഫെക്റ്റ് മാച്ചായിരിക്കും. ഇനിയുള്ളത് കോയിൻ മാല തന്നെ ഒരു ന്യൂ പാറ്റേണിലുള്ളതാണ് കേട്ടോ. ഒരു വശത്ത് ഐഡൽസും മറ്റേ വശത്ത് നോൺ ഐഡൽസുമായിട്ടാണ് ഈ മാല വരുന്നത്. അപ്പം നമുക്കിത് ഇഷ്ടമുള്ള രീതിയിൽ തിരിച്ചോ മറിച്ചോ യൂസ് ചെയ്യാമല്ലോ. ഇതിൻ്റെ കൂടെ വരുന്ന ഇയറിങ്സ് ആണ് കേട്ടോ ഞാനിവിടെ ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യാവോ. താങ്ക്സ് ഫോർ വാച്ചിങ്.